ദിവ്യൻ്റെ പ്രത്യേകം വെച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പണം കൊയ്ത സിനിമകൾ ഈ ഒരു പ്രത്യേക കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ദിവ്യൻ്റെ പടമായിരിക്കും അല്ലേ? അല്ലേ? ഒരു 100 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ 150 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ദിവ്യനെ അതിലേക്ക് പ്രതിഷ്ഠിച്ചെടുക്കാം. ഒരു 6-7 സിനിമകൾ കൊണ്ട് 100 കോടി വാരി. എന്താ ഷൈനൊരു നിസ്സംഗരായിട്ടിരിക്കുന്നത്? ഒന്ന് അഭിനന്ദിച്ചൂടെ ദിവ്യനെ? ഞങ്ങള് ഷൈന് പേടിയെന്ന് അറിയോ? ഞാൻ വീണ്ടും ഷൈൻ്റെ ശമ്പളം ചോദിക്കുമോ അല്ലെങ്കിൽ ചോദിക്കുമോ? അത് കിടന്ന് കളിക്കാണ്. ഞാൻ വിട്ടു ഷൈനെ, ഞാൻ ഇനി അതിനെക്കുറിച്ച് ചോദിക്കില്ല. നിവീൻ ഇങ്ങനെ ഓരോ പടങ്ങളും ഇങ്ങനെ 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 വിജയിച്ച് കയറുന്നു. 6-7 പടം കൊണ്ട് ഒരു 100+ ക്രോഴ്സിൻ്റെ കളക്ഷൻ തിയേറ്ററിൽ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു വസന്തം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതൽ, ഒരു ആസ്തി, സ്വത്ത്, ഇതൊക്കെയായിട്ട് ദിവ്യ മാറും. കാലൊക്കെ രണ്ടും നിരത്ത് നിന്നോ നിവീന്? എൻ്റെ കാലം രണ്ടും നിലത്ത് തന്നെയാണ് അങ്ങനെ. അത് പക്ഷെ അതുണ്ടാക്കിയ ഒരു വേറൊന്നല്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ചില സമയത്തുള്ള ജഡ്ജ്മെൻറ്റ്സോ, നമ്മൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോഴുള്ള നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റായി വന്നു ഈ സിനിമകളിലെല്ലാം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. എനിക്ക് നല്ല സംവിധായകരുടെ ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചു. നല്ല ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്സ് ആ സമയത്ത് വന്നു. നല്ല പ്രൊഡക്ഷൻ ബാനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തിണങ്ങി വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അത് ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ വന്നു. അത് ഭാഗ്യം, ഒരു ഭാഗ്യമാണ് തീർച്ചയായും.